അല്ലയോ, അരുതാത്ത എന്തെങ്കിലും തോന്നിയാലോ? ഇതോ? ആ ഇവിടെ കിടന്നോടാ, കിടക്കട്ടെ. കിടങ്ങാണോ മറന്ന് കിടക്കണാവേ. ഉറങ്ങിക്കോ കേട്ടോ, ഉറങ്ങിക്കോണേ കേട്ടോ. എന്റെ പിക്കാസ് എടുക്കല്ലേ, അതെന്റെ പിക്കാസ്. അവന്റെ പിക്കാസ് എടുക്കല്ലേ. പകല് പണിയുമ്പം പിക്കാസെ തിരിഞ്ഞു നോക്കാത്തവനാ. രാത്രിയിൽ അവൻ്റെ ഉശിര് കണ്ടോ അവൻ്റെ? എല്ലാരും ഉറങ്ങിയില്ലേ? ഇച്ചിരി കട്ടൻ കാപ്പി ഇട്ട് കൊടുക്കാൻ. ഒരു ഗ്ലാസ് നീ എടുത്തോ. ഉറക്കത്തിലാണോ? ഇല്ല. എഴുന്നേക്ക്, 6 മണിയായി. എണീക്ക്. ഓ, നല്ല സുഖമായിട്ട് ഉറങ്ങിയോ? ഇവനുണ്ടോ? പിന്നെ ചായ ഒക്കെ കിട്ടിയോ? ഓ, അവനെന്തിയെ? നിതീഷ് കുമാർ, നിങ്ങളുടെ ആശാൻ എത്തിയോ? ഇവിടെ ഉണ്ടോ ആശാൻ? ഇവർക്ക് ചായ കൊടുത്തോ? ഇവിടെ എവിടെ പോയി? ഇവിടെ എവിടെ പോയടാ? അയ്യോ, ഇവിടെ തുണി ആഭരണങ്ങളും ഒന്നും കാണുന്നില്ലല്ലോ. എടാ, എന്റെ ഭാര്യയെ കണ്ടോ നിങ്ങള്? എന്റെ ഭാര്യയെ കണ്ടോ നിങ്ങള്? എടാ, നിനക്ക് ആശാനെ കാണുന്നില്ലല്ലോ. എത്തിയടാ അവര്. ആശാൻ വന്നപ്പോലെ പറഞ്ഞായിരുന്നോ വെള്ളം കുടിപ്പിക്കും പറഞ്ഞു. ആശാൻ ചേട്ടനെ വെള്ളം കുടിപ്പിച്ചതാ. ചേട്ടന്റെ ഭാര്യയും കൊണ്ട് ആശാൻ പോയി. ആശാൻ പറഞ്ഞതാ. അയ്യോ, ചേട്ടന്റെ ഭാര്യ കൂടെ എന്തിനാ ചിരിക്കുന്നത്? എടാ, അവൻ എല്ലായിടത്തും ചെന്ന് എല്ലാരും വെള്ളം കുടിപ്പിക്കുന്നവനല്ലയോ? ആണ്. അവരിപ്പൊ കൊണ്ടുപോയിക്കുന്നത് ആരെയാ? ചേട്ടന്റെ ഭാര്യയെ. ആണോ? എങ്കിൽ അവള് വെള്ളം കുടിപ്പിച്ചോളും. എന്ത് ചെയ്യാനാ, എനിക്ക് തോന്നുന്ന കിണർ വെട്ടുന്നതിൻ്റെ ഭാഗം വന്നപ്പോഴേ 1-2 ടങ് സ്ലിപ്പ് ഉണ്ടായിരുന്നു. എനിക്കാണോ? എൻ്റെ ഒത്തിരി പോയി. കുറച്ചുകൂടെ ഗംഭീരമാക്കായിരുന്നു. നീ എന്താ പറയുക, എലിമിനേഷനിലൊക്കെ നിൽക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിമിനേഷനിൽ എത്താൻ കാരണം എന്തോ? എത്താൻ കാരണം നമ്മുടെ കയ്യിലിരിപ്പ്. കഴിഞ്ഞതിൻ്റെ മാർക്ക് പറഞ്ഞോണ്ടല്ലേ എലിമിനേഷനിൽ എത്തിയത്. അപ്പം എല്ലാവരും കുഴപ്പമില്ലാതെ കളിച്ചിട്ടുണ്ട്. കൈത്ത് റിഹേഴ്സൽ നല്ലത് ചെയ്തതാണ്. നീ ഒരു കാര്യം ചെയ്യുക, നേരിട്ട് ജഡ്ജ്മെൻ്റ് എന്താണോ അത് സന്തോഷത്തോടെ ഇരുകൈനീട്ടി സ്വീകരിക്കുക. വെൽക്കം ബാക്ക് ടു ചുങ്ക ജ്വല്ലറി 5 മിനിറ്റ്സ് ഫൺ സ്റ്റാർ. ചുങ്ക ജ്വല്ലറി 5 മിനിറ്റ്സ് ഫൺ സ്റ്റാറിൽ ഡേഞ്ചർ സോണിൽ എത്തിയിരിക്കുന്ന അടുത്ത ടീമിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ടീം മാന്ത്രികം. ടീം മാന്ത്രികം. രാജേഷ് പുതിയ രൂപത്തിലും ഭാവത്തിലും ഒക്കെയാണല്ലോ. എന്താ ഇത്? ഡേഞ്ചർ സോണിൽ എത്തിയപ്പോഴത്തേക്കും രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് പെർഫോം ചെയ്യാന്ന് വിചാരിച്ചോ? എന്നാലും എന്തുകൊണ്ടാണ് നിങ്ങൾ ഡേഞ്ചർ സോണിൽ എത്തിയത്? ആരുടെ പെർഫോമൻസ്? എൻ്റെ പെർഫോമൻസ് മോശമായിരുന്നോ? മാർക്ക് കുറവും കാര്യങ്ങളൊക്കെ അറിയാം അല്ലേ? പെർഫോമൻസിൻ്റെ കുഴപ്പം കൊണ്ടാണ്, മാർക്ക് കുറഞ്ഞുകൊണ്ടാണെന്നൊക്കെ അറിയാം. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? ഇപ്രാവശ്യം എങ്ങനെയാണ് നിങ്ങൾ വന്നിരിക്കുന്നത്? ഈ പെർഫോമൻസ് ആണ് നിങ്ങളുടെ വിധി എഴുതാൻ പോകുന്നത് അല്ലേ? അപ്പോൾ ഈ പ്രാവശ്യം എങ്ങനെ, കോൺഫിഡൻ്റ് ആണോ നിങ്ങൾ? തീർച്ചയായും. ഇത് ഡേഞ്ചർ സോണിൽ നിന്ന് ഒഴിവായി കിട്ടും എന്ന് തന്നെ വിചാരിച്ച് വന്നിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ജഡ്ജസിനോട് ചോദിക്കാം. നാഷിക, നിങ്ങളുടെ ഇതിനു മുമ്പുള്ള പെർഫോമൻസിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? അതൊക്കെ ഡൗൺ ആയിരുന്നു. സ്കിറ്റുകൾ എല്ലാം ഡൗൺ ആയിരുന്നു. ചില സ്കിറ്റുകളൊക്കെ ഡൗൺ ആയിരുന്നു. തിരികെ മറ്റുള്ള സ്കിറ്റുകൾ ചെയ്യുമ്പോൾ എന്താണ് ശരിക്കും ഡേഞ്ചർ സോണിലേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് ഈ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഉണ്ടായ പാളിച്ചയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടായ്മയിൽ ഉണ്ടായിരുന്ന പാളിച്ചയാണോ? രണ്ടുമുണ്ട്. ആർട്ടിസ്റ്റുകൾ, നിങ്ങൾക്ക് കിട്ടിയ ആർട്ടിസ്റ്റുകൾ ഇത് പോരായിരുന്നു, കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ടുള്ള ആളുകൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ഇതുണ്ടായിട്ടില്ല ഒരിക്കലും. ഇപ്പോൾ ഡേഞ്ചർ സോണിൽ വന്നു,
അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തുറുപ്പ് ചീട്ട് എന്താണ്? കളിക്കുന്ന സ്കിറ്റ് ഇതാണ് പിടിവള്ളി. പണ്ട് ഞങ്ങൾ കാസറ്റിൻ്റെ വർക്കിന് പോയപ്പോൾ ഒരു സ്റ്റുഡിയോയിൽ കൊച്ചിൻ കലാഭവൻ്റെ സ്റ്റുഡിയോയിൽ നിന്ന് പാരഡി പാടിയിട്ട് തന്നെ പാരഡി പാടാൻ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് എന്നെയും പിന്നെ ഇന്നസെൻറ്റിൻ്റെ ശബ്ദം എടുത്തിട്ട് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് ദിലീപിനെയും, തനിക്ക് സ്റ്റാർസ് എടുക്കാനുള്ള ഇതൊന്നുമില്ല, താൻ നല്ല ആർട്ടിസ്റ്റ് അല്ല എന്ന് പറഞ്ഞ് ദിലീപിനെയും സ്റ്റുഡിയോയിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും പുറത്ത് ആക്കിയിട്ടുണ്ട്. ഏറ്റവും നന്നായിട്ട് ദിലീപ് അനുകരിച്ചുകൊണ്ടിരുന്നത് ഇന്നസെന്റിനെ അനുകരിച്ചിട്ടാണ്. അല്ല, പക്ഷെ അതിനുശേഷം രക്ഷപ്പെട്ടതും എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ആകാൻ സാധിച്ചെങ്കിൽ അതിന് ഞാൻ പാരഡിയിലും ദിലീപ് ഇന്നസെൻ്റ് ശബ്ദത്തിൽ കൂടിയാണ് നമ്മൾ രക്ഷപ്പെട്ടത്. പക്ഷേ നമ്മൾ ആ സ്റ്റുഡിയോയിൽ നിന്ന് ഇറക്കി വിട്ട ആ സമയത്തുള്ള ഞങ്ങളുടെ ഒരു കണ്ണീരുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്കിതിന് കൊള്ളൂല്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നമ്മൾ ഇതിന് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ സമയത്ത് ഒരുപാട് നിരാശയൊക്കെ തോന്നി. പക്ഷെ നമ്മൾ അങ്ങനെ മാറി നിൽക്കുകയായിരുന്നെങ്കിൽ, പക്ഷെ അന്ന് ഞങ്ങൾക്ക് തോന്നിയത് വാശിയാണ്. എന്നാൽ പിന്നെ അയാളുടെ മുമ്പിൽ ഞങ്ങൾ ഈ പറഞ്ഞ സംഭവത്തിൽ എന്തെങ്കിലും ആണ് എന്ന് തെളിയിക്കണമെന്നുള്ളൊരു വാശി ആ സമയത്ത് തോന്നി. ആ സമയത്ത് നമുക്ക് നിരാശ തോന്നാതെ ഇരുന്നത് എന്തോ ദൈവാനുഗ്രഹം എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അന്നത്തെ ആ കണ്ണീരുണ്ടല്ലോ നാദൃഷ, ആ കണ്ണീരാണ് നിങ്ങളുടെ ശക്തി. അതെ അതെ. അപ്പോൾ ആ കണ്ണീര് നിങ്ങൾ ഡേഞ്ചർ സോണിലാണെന്നുള്ളൊരു കണ്ണീര് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ തവണ അതിനെ ഓവർകം ചെയ്യും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. ഓൾ ദ ബെസ്റ്റ്. ചേട്ടാ, മാന്ത്രികം ഒരു കണ്ണിൽ പൊടിയിട്ട് പോകുന്ന ഒരു മാജിക്ക് കാണിക്കാതെ ഒരു അടിപൊളി മാജിക്ക് കാണിക്കണം. മാന്ത്രികം ഒരു തളർന്ന് നിൽക്കുന്ന സ്റ്റൈലിൽ നിൽക്കാതെ, എന്താണ് ഈ കോഴിയൊക്കെ വെള്ളത്തിൽ നിൽക്കുന്ന പോലെ നിൽക്കാതെ ഒരു സ്റ്റേണായിട്ട് എന്താണ് നല്ല പവർ, നല്ല പട്ടാളക്കാരെ നിൽക്കണം, പടപടാന്ന് നിൽക്കണം, വെടിയൊക്കെ കൊണ്ട്. ഓക്കെ, വളരെ ദിവസം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ശരിക്കും ഈ ഒരു റൗണ്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു കച്ചിത്തുരുമ്പാണ്, മുങ്ങി താഴുന്നതിന് മുമ്പുള്ള ഒരു കച്ചിത്തുരുമ്പ്. നന്നായിട്ട് പിടിച്ച് നല്ല പിടിവെള്ളിയാക്കുക. ഓക്കെ, നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക്. വെൽക്കം ബാക്ക് ടു ചുങ്ക ജ്വല്ലറി 5 minutes fun star. സാംസ്കാരിക കേരളത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായകമാകുന്നത് നമ്മുടെ നാട്ടിൻപുറത്തെ ഗ്രന്ഥശാലകളാണ്. അത്തരത്തിലെ ഒരു ഗ്രന്ഥശാലയുടെ ആഘോഷ പരിപാടിയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നു ടീം മാന്ത്രികം. ഈ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഇതാ വരുന്നു സിനിമാ താരങ്ങളുടെ നയനമനോഹരമായ ഫ്ലോട്ടുകൾ. കെട്ടില്ലേ കെട്ടില്ലേ എന്റെ കള്ളച്ചെറുക്കന് കല്യാണം, കെട്ടില്ലേ കല്യാണമേളം. ചെമ്പകവല്ലികളിൽ തുളുമ്പിയ ചന്ദനമാമഴയിൽ എന്തിനു വെറുതെ നനയുവതിന്നീ തങ്കനിലാവഴകേ. സത്യം പറഞ്ഞ ഈ ഘോഷയാത്ര കഴിഞ്ഞപ്പം എന്റെ മനസ്സങ്ങ് നിറഞ്ഞടാ. ശരിയാ, മനസ്സ് നിറഞ്ഞു. ഇനി ആ പോക്കറ്റും കൂടെ നിറഞ്ഞാൽ മതിയായിരുന്നു. അടുത്ത ആഘോഷം ഉണ്ടല്ല, അടുത്ത ആഘോഷത്തിന് പ്രസിഡന്റിന്റെ വീട്ടിൽ 2 നിലയുടെ കോൺക്രീറ്റ് അങ്ങ് കഴിയും. നീ ഒരു പ്രസിഡന്റിന്റെ കൂടെ ഇങ്ങനെ സംസാരിക്കണം? ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കൊള്ളാമാടാ. നിന്റെ കൂടെ ഞാൻ ഇന്നലെ പറഞ്ഞാടാ, ആ സമ്മാനദാനം നിർവഹിക്കാൻ പറഞ്ഞ മന്ത്രിക്ക് ഒരു സ്വാഗതാശംസ ഒരു ബോർഡ് എഴുതി വെക്കാൻ പറഞ്ഞു. നീ ചെയ്താ ഒരു കാര്യം ഏറ്റതായിരിക്കും. ബോർഡ് ഞാൻ ശരിയാക്കിയിട്ടുണ്ടെന്നേ. ആഹാ, വെറുതെ ഞാൻ തെറ്റിദ്ധരിച്ച് എനിക്കിത് തന്നെ അല്ലെങ്കിലും കിട്ടണം എല്ലാവർക്കും ഇടിയല്ല. ആടാ, ഇനി കൊണ്ടുവാ നോക്കട്ടെ. ഇതെന്തുവാടാ ഈ എഴുതി വെച്ചിരിക്കുന്നത്? നമ്മുടെ സ്വാഗതം സാറിന് മന്ത്രി. എന്റെ പൊന്ന് പ്രസിഡന്റ്, മന്ത്രി ഉണ്ടോ? ഉണ്ട്. സാറുണ്ടോ? ഉണ്ട്. നമ്മുടെ ഉണ്ടോ? ഉണ്ട്. സ്വാഗതം ഉണ്ടോ? ഉണ്ട്. പിന്നെ എന്താ ഒരു കുഴപ്പം? എന്താ കുഴപ്പം? നീ ഇവിടെ നിന്ന് പോണ അത് എന്റെ മേടിച്ചോണ്ട് പോണ. ഞാൻ പോവാം. അങ്ങോട്ട്. ചേട്ടൻ ആഹാ ഇവിടെ വന്ന് നിക്കുവാണ്. എന്റെ ചേട്ടാ, ഇന്നത്തെ ദിവസം അറിയാലോ, MLA വരുന്നതാണെന്ന്. ബൊക്കെ മേടിക്കാൻ പോയാ? ബൊക്കെ മേടിക്കാൻ പോയില്ല, ഹാരം മേടിക്കാൻ പോയില്ല. പൂക്കടക്കാരൻ എന്നെ വളഞ്ഞിട്ട് ഇടിക്കും. ഞാൻ പോയി മേടിച്ചോണ്ട് ഈ ബോക്സൊക്കെ ഇവിടെ വലിച്ചു വാരിട്ടിട്ട് ഈ ബാബു ഇത് എവിടെ പോയി കിടക്കുന്നു? ആരുന്നതി പറഞ്ഞിട്ടാണ് ഞാൻ ബാബുവിനെ ഇന്നലെ കയറ്റിയത്. കാലും കൈയും പിടിച്ച് ജോലി കൊടുത്തപ്പോ വരുന്നുണ്ടല്ലേ പെണ്ണുങ്ങൾ ഇടക്കിയത്. എന്റെ പൊന്നെണ്ണ, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കട്ടെ. പിന്നെ എത്ര നേരം എന്തിനാ പോയത്? അതല്ലേ ഞാൻ പറഞ്ഞ വയറെടുക്കാൻ പോയെന്ന്. ഫോണും തന്നെ ബാലൻസ് കുറവാണ്. ചേട്ടനെ ഒന്ന് വിളിക്കട്ടെ. ചേട്ടാ, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാടാ. കതക് പൂട്ടിയാ? അലമാരി പൂട്ടി?
അലമാരിക്കകത്ത് 5 പവന്റെ മാല എന്റെ ഇരിപ്പുണ്ട്. അത് പൂട്ടാൻ താക്കോല് പൂട്ടിയിട്ട് എന്ത് ചെയ്യണമെന്നറിയാം? ആ താക്കോല് നമ്മുടെ അരകല്ലില്ലേ, അതിന്റെ ഇടയ്ക്ക് വെച്ചേരി. വെച്ചേരടാ. ശരി. സരിത്, എന്താ നീ രഹസ്യം പറഞ്ഞാണ്, ആരും കേട്ടില്ലേട്ടാ. എടിയാ മൈക്കോണായിരുന്നു. നിങ്ങൾ എന്നെ ഇത്രയും ചതിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടാ. ഇങ്ങോട്ട് മാറി വിളി. ചേട്ടാ ചേട്ടാ, ഇത് താക്കോൽ എവിടെ വെക്കരുത്. ആ താക്കോൽ എവിടെ വെക്കണം എന്നറിയാം? നമ്മുടെ അമ്മിക്കല്ലില്ലേ, ആ അമ്മിക്കല്ലിന്റെ ഇടയ്ക്ക് വെക്കണം. അവിടെ വെച്ചോ. രക്ഷപ്പെട്ടു മോനെ. നീ ഇപ്പോഴും രഹസ്യം പറഞ്ഞാണ്, എന്ത്? ആരും കേട്ടില്ല. എടി ആ മൈക്ക് ഓണായിരുന്നടി ഭാവി. വിളിക്കാൻ ചോദിക്കരുത്, തരൂല. ആഹാ കൊള്ളാം. എന്നെ ലൈൻ വലിക്കാൻ പറഞ്ഞു വിട്ടിട്ട് രണ്ടുപേരും കൂടെ ഇവിടെ ലൈൻ അടിക്കാണല്ലേ? എത്ര നാൾ കൊണ്ട് പറയുന്നത് ഈ ഓയർന്ന് കട്ടിയ ഒരു പ്ലെയർ വാങ്ങിത്തരാൻ? എടാ 5-6 കൊല്ലം ആയില്ല നീ എന്റെ കൂടെ പണിക്ക് പറഞ്ഞ്. ഇതൊന്നും ചെത്ത ഒരു പ്ലെയറിന്റെ നൈഫിന്റെ ഒന്നും ആവശ്യമില്ല. നീ ഇത് പിടി ചെത്തു. മൊഹോബോബി കർണുള്ള സാധനമാണ് ചെത്താൻ കൊണ്ട് പറഞ്ഞത്. എന്ത് പോടാ. ഇതുപോലുള്ള ആൾക്കാരെ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലേ അണ്ണനെ റീത്ത് വെക്കേണ്ടി വരും. ഞാൻ തന്നെ വെക്കും, ഉറപ്പാ. നീ എന്നെ എന്തുവാണോ പറഞ്ഞു, അതെനിക്ക് വിഷയമില്ല. നീ വേടാ, എന്റെ അനിയൻ ചെറുക്കനാണ്, എന്റെ വകയിലെ ബന്ധു. ഞാൻ പിന്നെ എന്റെ കൂടെ നിർത്തിയിരിക്കണേ. പാവം ഈ കള്ള പട്ടി ഇവിടെ ഒരു കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് ഇടുക്കിയിലെ പവർ ഹൗസ് ഒഴിച്ചു പോകും. പോടാ. എന്റെ പൊന്നണ്ണ, ഇന്ന് വഴക്കിടണം. നല്ലൊരു ദിവസമല്ലേ, ഒരു പാട്ടെങ്കിലും ഇവിടെ നാട്ടുകാരെങ്കിലും കേട്ട് വരട്ടെ. എനിക്ക് താല്പര്യമില്ല, ഞാൻ ചെയ്യില്ല. താല്പര്യമില്ലെന്നാ? കാല് പിടിച്ചിട്ടാണ് ഈ ജോലിയെങ്കിലും വാങ്ങിച്ചത്, എന്നിട്ട് ഇപ്പൊ താല്പര്യമില്ലെന്നാ? ദേ, എന്റെ ചേട്ടനെ അറിയത്തില്ലല്ലേ? ഇവിടുത്തെ പ്രസിഡന്റ് ആണ്, അറിയാല്ലേ? എന്റെ ഭർത്താവിന്റെ പേര് കേട്ടാ നിങ്ങൾ ഞെട്ടും. ഞാൻ ഞെട്ടും. ഏതാ നിന്റെ ചേട്ടന്റെ പേര്? ശശി.